ഇന്ന് നമ്മൾ മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെയ്പത്തിരിയാണ് ചെയ്യുന്നത്. അരി അരച്ചിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അരി അരയ്ക്കാതെ നമ്മൾ സാധാരണ പത്തിരിപ്പൊടി കൊണ്ട് ചെയ്യുന്ന വയനാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെയ്പത്തിരി മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നെയ്പത്തിരി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു നെയ്പത്തിരി ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. പൊന്നിയരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന ഏത് പുഴുങ്ങലരി ആയാലും കുഴപ്പമില്ല കേട്ടോ. 1.5 കപ്പ് പുഴുങ്ങലരി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പച്ചരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണിത് കുതിർക്കാനായിട്ട് വെക്കുന്നത്. ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് തണുത്ത വെള്ളമല്ല, അത്യാവശ്യം ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളമല്ല കേട്ടോ. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് അത്യാവശ്യം നന്നായിട്ട് ചൂടായിരിക്കുന്ന ഒരു സമയത്തുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അരി വെന്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അരി ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതൊരു 5-6 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അങ്ങനെ നന്നായി കുതിർന്നതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണിത്. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, വലിയുള്ളിയുടെ പകുതി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം എടുക്കുന്നുണ്ട്. ജീരകം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കുറയ്ക്കാം. എന്നാലും ജീരകമൊക്കെ ഉണ്ടെങ്കിലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. ഇത് നിർബന്ധമില്ല കേട്ടോ. സാധാരണ നമുക്ക് നെയ്പത്തിരിക്ക് മഞ്ഞൾപ്പൊടി വേണ്ട. പക്ഷെ ഞാൻ ഫോട്ടോയിൽ കുറച്ചൊരു കളറിൽ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല. വൈറ്റ് കളറിൽ തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതിയാകും. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തത്. അതായത് 2 പ്രാവശ്യം അരച്ചെടുക്കുമ്പോൾ പിന്നെ 2 കാര്യങ്ങളും അവിടെ ഇവിടെ ചേർത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രൈൻഡറിലൊക്കെ അരയ്ക്കുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ. കാരണം വെള്ളമൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഗ്രൈൻഡർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ മിക്സിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു 2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. കാരണം ചോറ് വെക്കുന്ന പുഴുങ്ങലരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അരഞ്ഞിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പകുതിയായിട്ട് അരച്ചെടുക്കാം. അരി അരയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണേ. അരി അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത്, ലൂസായി പോകട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂട്ടിയിട്ട് അരച്ചാൽ മതി. ഞാനിപ്പോൾ 2 ബാച്ച് അരച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു 1/2 കപ്പും പിന്നെ ഒരു ഇത്തിരി കൂടി കൂടുതലേ വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുഴുവനായിട്ട് അരച്ച് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരി ഉണ്ടാവണം. ഒരു 90% അരഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു തരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 85%, അതായത് ഒരു ഇത്തിരി തരിയോടുകൂടി ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ ഈ ഒരു രീതിയിലാണ് അരച്ചിട്ടുള്ളത്. ചെറിയൊരു തരി ഇതിലുണ്ട്. ഞാൻ 2ാമത്തെ ബാച്ച് അരി അരച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ ഒരു ഉപ്പ് ചേർക്കേണ്ട കാര്യം മറന്നു പോകരുത്. ഞാൻ ഫസ്റ്റ് ആ ഒരു സമയത്ത് ഇടാൻ വിട്ടുപോയതാണ്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ അരി കുറച്ചൊരു ലൂസാണല്ലോ. അപ്പോൾ നമുക്ക് പത്തിരി പരത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കാനായിട്ട് ഒരു ഇത്തിരി മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കറക്റ്റ് അളവ് എന്ന് പറയാനില്ല. നമ്മൾ ആ ഒരു മാവിൻ്റെ ലൂസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 7 ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് കേട്ടോ മൊത്തം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ബാക്കി ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് കൂടുതലായാലും പോലും ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഒന്ന് കറക്റ്റ് ടൈറ്റ് ആയിരിക്കുക. പിന്നെ ഒരു ഇത്തിരി സോഫ്റ്റ് ഉണ്ടാവും മൈദപ്പൊടി ചേർക്കുന്ന സമയത്ത്. അപ്പം ഈ ഒരു മൈദ ചേർത്തിട്ടുള്ളത് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ ആളുകൾ എൻ്റെ അടുത്ത് ഇതുപോലത്തെ നെയ്പത്തിരി ചെയ്യുന്ന സമയത്ത് നമ്മൾ അരി അരച്ച് ചെയ്യുമ്പോൾ സാധാരണ ആമീസിൻ്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ, അതൊക്കെ ചേർത്തിട്ട് മിക്സ്, അതായത് പുഴുങ്ങലരിയുടെ തന്നെ പത്തിരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ ടൈറ്റ് ആക്കില്ല. അപ്പോൾ അതില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അല്ലാത്തവരിൽ നിന്ന്, അതായത് മറ്റേ സാധാരണ നമ്മൾ തലശ്ശേരി സ്പെഷ്യൽ നെയ്പത്തിരി ചെയ്യുന്നവർ അത് തന്നെ ഫോളോ ചെയ്തോട്ടെ. അതിൻ്റെ അത്രയ്ക്ക് നല്ലതല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു നെയ്പത്തിരി അതാണിത്. അത്യാവശ്യം സോഫ്റ്റും ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇത് കുഴച്ചെടുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോൾ ഉണ്ടല്ലോ, അതിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊരു ഇത്തിരി എണ്ണ തടവി കൊടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്നൊരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുത്താലും മതി. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കൈ കൊണ്ട് ആ ഒരു ഷേപ്പ് ആക്കുന്നത് എനിക്ക് അത്രയ്ക്കൊരു താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോൾ ഇതുപോലെ എടുത്തിട്ട് എത്രയ്ക്കുള്ള വലിപ്പം വേണോ അതിനനുസരിച്ച് ചെയ്യാം. ഒരുപാട് കനം കുറച്ചും പരത്തരുത്, ഭയങ്കര കട്ടി കൂട്ടിയും പരത്തരുത്. അതാണ് ഇത് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കനം കൂടിക്കഴിഞ്ഞാൽ വെന്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഉള്ളിൽ ഒരു പച്ചച്ചവയായിരിക്കും.
പറ്റ കട്ടി കുറഞ്ഞു പോയാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്ക് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് വന്നോളൂ. പിന്നെ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പത്തിരിപ്പൊടി തന്നെ മിക്സ് ചെയ്തിട്ടല്ലല്ലോ ഉണ്ടാക്കിയത്, മൈദ കൊണ്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇതുപോലെ പരത്തിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കുക അത് ഈ ഒരു കനത്തിൽ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ വേവാത്ത പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അടുത്തത് പരത്തിയിട്ട് റെഡിയാക്കാൻ. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പരത്തി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്ന് പരത്ത് അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് അടുത്തത് റെഡിയാക്കി എടുത്താൽ മതി. എല്ലാം കൂടെ ഒന്നിച്ച് പരത്തി വെക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല. ഇനി ഒന്നുമില്ല, നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണയ്ക്ക്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ചെറിയ തീയിലിടണ്ട കേട്ടോ. വളരെ ചെറിയ തീയിലിട്ടാൽ ഒരുപാട് ഓയിൽ കുടിക്കുന്ന ഒരു പ്രശ്നം. പൊതുവേ ഇതങ്ങനെ ഓയിൽ കുടിക്കില്ല. അരി അരച്ചുണ്ടാക്കുന്ന നെയ്പത്തിരി കണ്ടില്ല, നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ തൊടൊന്നും വേണ്ട, അല്ലാതെ തന്നെ സ്വന്തമായിട്ട് തന്നെ പൊങ്ങി വന്നോളൂ. അതായത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ആ ഒരു പത അങ്ങ് വന്ന് കഴിഞ്ഞ് ഒരു ഇത്തിരി സമയം എടുക്കും കേട്ടോ പൊങ്ങി വരാൻ. അതായത് ഇതൊന്ന് വെന്തിട്ട് വേണമല്ലോ പൊങ്ങി വരാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. പെട്ടെന്ന് നമ്മൾ പൂരി പോലെ ഒന്നും പൊങ്ങി വരില്ല. എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് എടുക്കാം. പത്തിരി എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിലിന് നല്ല ചൂടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ കൂടുതൽ ഫ്രൈ ആയ പോലത്തെ ഒരു കളർ എന്താണെന്ന് വെച്ചാൽ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വരുന്നത്. സാധാരണ ഫ്രൈ ആവുന്ന സമയം തന്നെ ആയിട്ടുള്ളൂ. ഇപ്പോൾ രണ്ട് ഭാഗം കറക്റ്റ് ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. ഫസ്റ്റ് നെയ്പത്തിരി ആവുന്ന സമയത്ത് ഒന്ന് മുറിച്ച് കഴിച്ചു നോക്കുക. കറക്റ്റ് വേവായിട്ടുണ്ടോ ഫ്രൈ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കനം കുറയ്ക്കണോ കുറേ സമയം വേണോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് വേണം ബാക്കി ചെയ്യാൻ. അപ്പോൾ ഇനി ബാക്കിയുള്ള നെയ്പത്തിരി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ പത്തിരി പിന്നെ എപ്പോഴും നല്ല ഫ്രൈ ചെയ്തെടുത്താൽ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. നല്ല ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ബീഫ് കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നെയ്പത്തിരി എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്, പല വെറൈറ്റിയിൽ ചെയ്യും. വയനാട് സ്പെഷ്യലായിട്ടുള്ള ഈസി നെയ്പത്തിരി ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ അരി അരച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു രീതിയിൽ പത്തിരി ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. Thank you.